ഹലോ ഹായ്. തിരൂര് ടൗണിന് തൊട്ടടുത്തൊരു കാട്. അതെ, ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരത്തിൽ തിരൂർ പുഴയുടെ തൊട്ടടുത്തായിട്ട് ഒരു കാട്ടിലാണ് ഞാനിപ്പോൾ. ലൊക്കേഷൻ ചിലർക്കൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതന്നെ നമ്മളെ സ്വന്തം നൂർ ലേക്ക് പാർക്ക്. ജില്ലക്ക് പുറത്തുള്ളവർക്കും എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട്. കാടെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രകൃതി ഉണ്ടാക്കിയ കാടല്ലട്ടാ. തിരൂരിലെ നൂർ മുഹമ്മദ് എന്ന വ്യക്തി കുടുംബസ്വത്തിൽ 12 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ എടുത്ത ഒരു കിടിലൻ കാട്. തിരൂരിലെ ഏറ്റവും സൈലൻറ്റ് പ്ലേസ്. ഒരു കാര്യം പ്രത്യേകം പറയാണ്ടിട്ടാ, ഈ കാട്ടിലേക്ക് ഫാമിലിക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. നൂർ ലേക്കിൽ ഫാമിലി മാത്രമേ എൻട്രി ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളെ ഫോട്ടോ വരെ ചോദിക്കും. ചിലപ്പോൾ കോഴിക്കോടുള്ള പ്രശസ്തമായ പാർക്ക് പോലെ നൂർ ലേക്കിനും പ്രശസ്തി വേണ്ടാന്ന് കരുതിയിട്ടാവും ഇങ്ങനെ ഒരു തീരുമാനം. തിരൂര് തുഞ്ചൻപറമ്പ് കഴിഞ്ഞ് പച്ചാട്രിയിലാണ് ഈ പാർക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ പാർക്കിൻ്റെ ഹൈലൈറ്റ് ഈ മുളകളാണ്. 50-ൽ കൂടുതൽ വെറൈറ്റി മുളകളുണ്ട് ഈ നൂർ ലേക്കിൽ. ചെറിയ ചെറിയ തടാകങ്ങളും അതിൻ്റെ എല്ലാ കരകളിലുമായിട്ട് പല വെറൈറ്റി മുളകളും മറ്റു മരങ്ങളും പൂക്കളും ചെടികളും നിറഞ്ഞൊരു പാർക്ക്. ഇവിടെയുള്ള മുളകളുടെ പ്രത്യേകത എല്ലാം വിദേശ ഇനം മുളകളാണ്. ഒന്നിനും നമ്മളെ നാട്ടിലെ മുളകളെ പോലെ മുള്ളുകളില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ബോട്ടിംഗ് സർവീസും ഉണ്ട്. തിരൂർ പുഴയിലൂടെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ കാഴ്ചകളും കണ്ടുള്ള ബോട്ട് യാത്ര. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് പറ്റിയ കിടിലൻ ഫ്രെയിമുകൾ ഉള്ളതുകൊണ്ട് സേവ് ദ ഡേറ്റ് പോലുള്ള ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കൂടിയാണ് ഈ പാർക്ക്. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ കളിസ്ഥലങ്ങളും ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് കുട്ടികളെയും ഇതിനകത്ത് കയറിയാൽ ആക്റ്റീവ് ആക്കും. മുളങ്കൂട്ടത്തിനിടയിലെ ഒരു ഓപ്പൺ സ്റ്റേജാണിത്. ഭയങ്കര രസമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കരിങ്കല്ല് കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും സ്റ്റേജും അതും ഈ പച്ചപ്പിന് താഴെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു അടിപൊളി ഫ്ലോട്ടിംഗ് ഹൗസ്, തടാകങ്ങൾക്ക് മേലെ പാലങ്ങൾ, അങ്ങനെ പല പല ക്രിയേറ്റിവിറ്റികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഏത് നട്ടുച്ചക്ക് വന്നാലും നല്ല തണുപ്പ്, ശാന്തമായ അന്തരീക്ഷവും. പിന്നെ കുറേ മീനുകളുള്ള ഒരു തടാകം, പല വലിപ്പത്തിലുള്ള മീനുകൾ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം ശരിക്കും മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയ തിരൂരിലെ ഒരു അടിപൊളി സ്പോട്ട്. ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട, എൻട്രി ഫാമിലിക്ക് മാത്രം. ഇവിടെ വന്നിട്ടുള്ളവർ പാർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റാക്കി. ചാനൽ ഫോളോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ അത് ചെയ്യും. പാർക്കിൽ വരാത്തവർ ജസ്റ്റ് ഒരു ദിവസം വണ്ടി ഒന്ന് തിരൂർ പച്ചാട്രിയിലുള്ള നൂർ ലേക്ക് പാർക്കിലേക്ക് വിട്ടോട്ടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. നിങ്ങളുടെ സ്വന്തം മസൂദ്, തിരൂർ.